ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് ലൈവ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആ പ്രൊമോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആ പ്രൊമോ കണ്ടിട്ട് നമുക്ക് ആർക്കും പിടികിട്ടിയിട്ടില്ല. അപ്പം ലൈവ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിക്ഷൻ പ്രോസസ്സ് നടക്കുക. എവിക്ഷൻ പ്രോസസ്സ് ഗാർഡൻ ഏരിയയിലാണ് നടക്കുന്നത്. അപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് എല്ലാം അതിന്റെ ഉള്ളിലിരിക്കണം, ഹൗസിനുള്ളിലിരിക്കണം. അപ്പൊ ആരാണ് ഈ പൂമാല എടുത്ത് ഇടാൻ വരുന്ന അവര് മാത്രമേ ഹൗസിന്റെ പുറത്ത് വരാൻ പറ്റുള്ളൂ, അതായത് ഗാർഡൻ ഏരിയയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ അഭിലാഷാണ് വരുന്നത്. അപ്പം അവിടെ നിൽക്കുന്നത് ആദില, റന ഫാത്തിമ, ലക്ഷ്മി, ഈ 3 പേരാണ് ഉള്ളത് എവിക്ഷനിൽ ബാക്കിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അഭിലാഷ് കൊണ്ടുപോയിട്ട് ഈ പൂമാല കൊണ്ടുപോയിട്ട് ആദിലയുടെ കഴുത്തിലിടുന്നു. അപ്പൊ ആദില സേവായി. ആദില സേവ് ആവുമ്പോഴേക്കും അവിടെ നമ്മുടെ നൂറ ഭയങ്കര സന്തോഷത്തിൽ ഓടി വരികയാണ്. ഹൗസിനുള്ളിൽ നിന്ന് ഓടി വന്ന് ഡോറ് തുറന്ന് പുറത്തിറങ്ങുന്നു. അതിന്റെ പുറകെ വാലായിട്ട് അനുമോളും ഇറങ്ങി പുറത്തു വരുന്നു. ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും അതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ മതി, ആരും പുറത്തു വരരുതെന്ന്. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു. അപ്പോഴേക്കും ഭയങ്കര കെട്ടിപ്പിടുത്തം. അതിലേനെ നൂറ കെട്ടിപ്പിടിക്കുന്നു. അതിന്റെ പുറകെ നമ്മുടെ അനുമോള് അയ്യോ ഭയങ്കര ഇതില് നിൽക്കുന്നു. പൂമാലൊക്കെ എടുത്ത് ഇട്ട് കൊടുക്കുന്നു. ഭയങ്കര സെറ്റപ്പില് ലാസ്റ്റ് അവര് ഉള്ളിലേക്ക് പോകുന്നു. ആദിലയുടെ കണ്ണൊക്കെ നിറയുന്നു. എൻ്റെ അമ്മോ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആദിലയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിലേക്ക് പോകുമ്പോഴേക്കും ലാലേട്ടൻ എന്താ ഇത്, എന്താ എന്തിനാണ് അനുമോൾ നൂറ പുറത്തേക്ക് പോയത്? നിങ്ങളുടെ താഴത്തെങ്കിലും പറയണ്ടോ? നിങ്ങൾക്ക് എന്താ വല്ല പ്രത്യേകതയുണ്ടോ? അതിലുള്ള ബാക്കിയുള്ളവർ അതിൻ്റെ ഉള്ളിലല്ലേ ഇരിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും മാത്രം എന്തിനാ പോയെ? അപ്പോഴേക്കും നമ്മുടെ നൂറ പറയണേ, ലാലേട്ട അത് സന്തോഷം കൊണ്ടാണ് ലാലേട്ട, ഭയങ്കര സന്തോഷം കൊണ്ടാണ് ലാലേട്ട. അപ്പം നിങ്ങൾക്ക് ആ റൂള് ബാധകമല്ലേ? ഇത് പറ്റില്ല. ഇനി എന്താന്ന് വെച്ചാൽ ബിഗ് ബോസ് നോക്കിക്കോ എന്ന് പറഞ്ഞ് ലാലേട്ടൻ പോകുന്നു. ഇതാണ് സീന്. നമ്മളെന്ന് വേറെ എന്തൊക്കെയോ വിചാരിച്ചു. ചിലർ പറഞ്ഞു ആദില പുറത്തു പോയി എന്നൊക്കെ. അപ്പം ഇതാണ് സീന്. ഈ സീന് നിങ്ങളുടെ അടുത്തൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നത്. അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ.